എന്താ പാറു ഇത്? വിക്കി ചേട്ടൻ പറഞ്ഞതുപോലെ അവർക്ക് രണ്ടുപേർക്കും ഗേൾ ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. ഞാനും അത് തന്നെ നോക്കുന്നത്. ആ പെൺകുട്ടികൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിങ്ങൾ രണ്ടുപേരും ചെയ്ത് എത്ര വലിയ തെറ്റാണെന്ന്? എന്താ വിക്കി ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കൺഫ്യൂഷൻ ആക്കി ടെൻഷൻ ആക്കുക. അല്ല, ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ വന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നു വെച്ചാ അവരെന്താ പ്രണയത്തിലാവോ? മാത്രമല്ല അവര് ചിലപ്പോ ഒറ്റയ്ക്ക് വന്നതായിരിക്കും. ടേബിൾ കിട്ടാത്തോണ്ടാവും. ടേബിളിൽ ചിലപ്പോ സ്ഥലമുള്ളതുകൊണ്ട് പരിചയക്കാരായതുകൊണ്ട് അവിടെ ഇരുന്നതായിരിക്കും. അത് കോമൺ അല്ലേ? അപ്പോ ഈ സീനൊക്കെ കണ്ടിട്ട് പോലും നിങ്ങൾക്കെല്ലാം നോർമൽ ആയിട്ടാണ് തോന്നുന്നത്? അത്രയല്ലേ ഉള്ളൂ. ഇതിൽ ഇത്ര പേടിക്കാനായിട്ട് എന്താ ഉള്ളേ? അവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. വേറെ പെൺകുട്ടികളുടെ കൂടെ വന്ന് കോഫി കുടിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവര്. ആണല്ലേ? അങ്ങനെയല്ലേ അമ്മോ? എന്റെ മനസ്സിൽ അങ്ങനെ തന്നെ തോന്നേ. ആദി അവര് നമ്മളെവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അപ്പൊ തുടങ്ങിയാലോ? ആ കുട്ടി ആരാണെന്ന് റൗഡി കൊച്ചിൻ അറിയോ? ചേട്ടൻ വളരെയധികം ക്ലോസ് ആയിട്ടാണല്ലോ അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതെ ചേട്ടാ, മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ കാണും. അവര് തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലല്ലോ. ഇവക്കപ്പൊ ഈ ഡോസ് പോരാ, ഒന്നുകൂടെ കൂട്ടിയേക്കാം. ഹലോ 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 എന്റെ ചേട്ടൻ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെൺകുട്ടി പ്രണയത്തിൽ മയങ്ങി വീഴുകയാണ്. എന്റെ ചേട്ടന്റെ വകയൊരു 6. ഇനി വേദാന്തനെ പോലെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, പാർവതിക്ക് ഈ ഡോസ് തന്നെ മതി. ഇവിടെ നോൺ സ്ട്രൈക്കർ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സ്വന്തം ആദി ബ്രോ കൂടിയിരിക്കുന്ന പെൺകുട്ടിയുമായി വളരെ ക്ലോസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? പറയൂ പ്രേക്ഷകരെ, പറയൂ. എന്ത് പറ്റിയമ്മോ? നീ കുറച്ച് മുമ്പല്ലേ പറഞ്ഞ ഇവരങ്ങനെയുള്ള ആളുകളൊന്നും അല്ലെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മോ? വേറെ എന്ത് ചെയ്യാനാ? ഇനി ഞാനുണ്ടല്ലോ ഈ വേദാന്തിനെ. എന്താ അമ്മോ ഇത്? നീ ഇത് കൊണ്ട് അടിക്കാൻ പോവാണോ? ഇതെന്റെ വേദാന്തിനെ അടിക്കാനല്ല പാറു. അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടോ? അവർക്കിട്ടുള്ള മരുന്ന ഇത്. എന്താ ചെയ്യാൻ പോകുന്ന കണ്ടോ? എന്റെ വേദാന്തും നിന്റെ ആദി സാറും പിന്നെ ഒരിക്കലും അവരുടെ മുഖത്ത് പോലും നോക്കില്ല. നോക്കിക്കോ നീ ഒന്നിങ്ങോട്ട് വന്നേ. വേണ്ട വേണ്ട, നിക്ക്, സമാധാനപ്പെട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അതോടെ വെച്ചേ. ഇതൊക്കെ കണ്ട് ഞാൻ മിണ്ടാതെ നിക്കണമെന്നാണോ പറയുന്നേ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് പ്രധാന കാരണം നിങ്ങളല്ലേ. നിങ്ങൾ തന്നെയല്ലേ ആദിബ്രോയ്ക്കും ചേട്ടനും ഇങ്ങനൊരു ചലഞ്ച് ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങൾ രണ്ടുപേരും ആ ചാലഞ്ചില് അവര് ജയിച്ചു എന്നത് കണ്ടു മനസ്സിലാക്കും. അയ്യോ, അത് ശരിയാണല്ലേ. ഞാനാണെങ്കിൽ ആ ആംഗിളിൽ നിന്ന് ചിന്തിച്ചതേ ഇല്ല.
ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ചലഞ്ച് അവർക്ക് കൊടുത്തത് ശരിയായില്ല എന്ന് എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. അയ്യോ പാറു, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇനിയിപ്പോ അത് പാസ്റ്റിലേക്ക് പോയി മാറ്റാൻ പറ്റില്ലല്ലോ. ഇനി ചെയ്യാനുള്ളത് അവർ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഇനി എന്ത് ചെയ്യും? ഇനി ഞാനിപ്പോ എന്ത് ചെയ്യും? എന്റെ ഈശ്വരാ, എന്ത് ചെയ്യും ഞാൻ? ആദി, ആദി, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയത് കണ്ടോ? കണ്ടു കണ്ടു. നമ്മളെ തെറി വിളിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ കണ്ടില്ലേ? ആ, ശ്ശോ, ദാ. പാറു, അത് നോക്കൂ പാറു. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു, തലയിൽ തട്ടി കൊടുക്കുന്നു. ഫു, ഇതൊക്കെ എന്റെ കണ്ണിലാണല്ലോ കാണുന്നത്. ദേ നോക്കൂ പാറു, ഇതിലും ഭേദം എന്റെ കണ്ണങ്ങ് പോകുന്നതായിരുന്നു. നോക്കൂ പാറു. ഭാഗ്യം എന്റെ ആദ്യ സാറ് ഞാൻ വിചാരിച്ചതുപോലെ അല്ല, ദൂരെ മാറിയല്ലേ ഇരിക്കുന്നത്. എന്റെ സാർ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. നീ അത് നോക്ക് പാറു, കണ്ണു തുറന്ന് കാണു നീ. ആണുങ്ങളെല്ലാം ഒരുപോലെയാ, ഇവരൊന്നും ഒരിക്കലും മാറില്ല. ആദി, ആദി, ഇവർക്ക് ഇതൊന്നും പോരാന്നാ തോന്നുന്നേ. വേറെന്തെങ്കിലും ചെയ്താലോ? വേറെ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യേ, കൈ പിടിക്കേ, അവളുടെ കൈ പിടിക്കേ, വേഗം. ജസ്റ്റ് ഡു ഇറ്റ്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കണേ? അല്ല, ഈ ആദ്യം എങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കണത്?
എന്തോ എവിടെയോ ഒരു പന്തികേടുണ്ടല്ലോ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആദിത്യയും പാറുവും തമ്മിൽ ആരും അറിയാതെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ എന്റെ തോന്നലായിരുന്നു. അപ്പൊ ആദിത്യ ഈ പെൺകുട്ടിയാണോ പ്രേമിക്കുന്നത്? എന്നാലും ഇവന് ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടിയത്? ഇത് കൊള്ളാലോ. ഒരു ലവ് സ്റ്റോറിയിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാ ഉണ്ടാവുന്നത്. ഛേ, എനിക്കിത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഫ്രണ്ട്സ്, ഒരു മിനിറ്റ് എന്റെ അടുത്തേക്ക് ഒന്ന് വന്നേ പ്ലീസ്. ഞങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോ എനിക്കെന്തോ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഫ്രണ്ട്സ്. അല്ല, ഇന്നലെ വരെ പാർവതി പാർവതി എന്ന് വിളിച്ച് പാർവതിയുടെ പിന്നാലെ നടക്കുകയായിരുന്നു നമ്മുടെ ആദിത്യ. അവള് പറയുന്ന മാത്രം കേട്ടോണ്ട് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവളുടെ വാലും പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുമുണ്ട്. ഇപ്പൊ ഓഫീസ് കാര്യത്തിൽ ബിസി ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ രാത്രി മുഴുവൻ വീട്ടിൽ വരാതെ പുറത്തെവിടെയോ ആയിരുന്നു. വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അമൂല്യ ഒരു കാര്യമില്ലാതെ വന്ന് വീട്ടിൽ നിൽക്കുന്നു. എപ്പോഴും ജോലിക്കാര്യങ്ങളിൽ ബിസി ആയിട്ടുള്ള നമ്മുടെ ആദിത്യ വേദാന്തമായിട്ട് മിണ്ടുന്നതൊക്കെ മനസ്സിലാക്കാം. അതിലൊക്കെ ഒരു ലോജിക്കുണ്ട്. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നേ? വേറെ 2 പെൺകുട്ടികളുടെ കൂടെ അവര് കോഫി കുടിക്കാൻ വന്നിരിക്കുന്നതിൽ ഒരു ലോജിക്കും ഇല്ലല്ലോ. ഇതൊന്നും എനിക്ക് ദഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഫ്രണ്ട്സ് നടക്കുന്നത്. ഞാൻ അറിയാത്ത എന്തോ ട്വിസ്റ്റ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും ഫ്രണ്ട്സ്? സൂം ചെയ്ത് ഞാനിതെല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ. ഹീറോ 2 പേരും ഒന്നിച്ചായി. ഹീറോയിൻസും ഒരു ടീമായി മാറിയിരിക്കുന്നു. 2 അനിയന്മാരും ഹീറോസിന്റെ കൂടെയുമാണ്. ഇനി എന്ത് സംഭവിക്കും? അപ്പോ ഞങ്ങള് കൊമേഡിയൻസ് ജോഡിയായാൽ അതെങ്ങനെയുണ്ടാവും ഫ്രണ്ട്സ്? മാച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർ 4 പേരും ചേർന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? ഇന്നത്തെ പിച്ച് സ്പിന്നിന് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. ആരാണ് 6 അടിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷനിലാണെന്ന് തോന്നുന്നു. വിക്കി ചേട്ടാ, ഈ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ സങ്കടപ്പെടുന്നതും അവർ സന്തോഷിക്കുന്നതും നോക്കി ചിരിക്കുകയാണല്ലോ. നിങ്ങൾ എല്ലാരും കൊള്ളാം. ദേ നോക്ക്, അവനെ സപ്പോർട്ട് ചെയ്യാൻ പോയാലുണ്ടല്ലോ കൊന്നറിയും നിന്നെ. അതിന് ഞാനൊന്നും ചെയ്യാനാ റോഡി കൊച്ചേ. ഇത് നിങ്ങളുടെ കർമ്മയാ. നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചത് തീർത്താ മതി. എന്നെ വിട്ടേക്ക്. ഒരു മിനിറ്റ്. അതി നമ്മള് വേറെ പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുന്ന കണ്ടിട്ട് അവളമാർക്ക് ദേഷ്യം വരുന്നത് കണ്ടില്ലേ? എനിക്ക് എന്ത് സന്തോഷം എന്നറിയോ ആദി? എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല വേദാന്ത്. അനന്യ മേഡം, നിങ്ങളായിരുന്നോ? ഓ, നിനക്ക് ഇവിടെ നേരത്തെ അറിയാല്ലേ? ഇവരോട് ഇങ്ങനെയല്ല സംസാരിക്കണ്ട. നീ വന്നേ, വരാനല്ലേ പറഞ്ഞു.
എന്റെ ദൈവമേ, ഇനി നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ പറ്റൂ. പാവം 2 പെൺകുട്ടികളുടെ ജീവനാണ്. 2 പേരും കൂടി വല്ല കട്ടപ്പാരെടുത്ത് തലക്കടിച്ച് കൊല്ലുന്ന എന്റെ പേടി. എടി അഹങ്കാരി, ആരടി നീ? ഈ റൗഡി ബേബിയുടെ ചെറുക്കനെ തന്നെ നിനക്ക് വേണോ അല്ലേ? ഹലോ, എന്താ നീ ഒന്നും മിണ്ടാത്തെ? നിന്നോട് ചോദിച്ചേ, ആരാ നീ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ പേര് അനന്യ എന്നാ. പേര് അനന്യ. എന്നെ പോലെ തന്നെയാ, വലിയ ബിസിനസ്സുകാരിയാ, നല്ല ബ്രില്യന്റുമാണ്. മറ്റൊരാളുടെ ബോയ് ഫ്രണ്ടിനെ അടിച്ചു മാറ്റുന്നത് ബ്രില്യൻസാ? അങ്ങനെ ഒരാളുടെ കൂടെ കോഫി കുടിക്കാൻ വരുന്നത് ഡീസൻസി ആണോ? ഈ വളവളാന്ന് സംസാരിക്കുന്നത് ബ്രില്യൻസിയാണോ? വിവരവും സൗന്ദര്യം കൂടെ ഒരാൾക്ക് ദൈവം കൊടുക്കാറില്ല. പക്ഷെ അനന്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട്. ഇതാണോ ബ്യൂട്ടി? ഏതാംഗിളിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഇവള് സുന്ദരിയാണെന്ന് നിനക്ക് തോന്നിയത്? മറ്റൊരാളെ അംഗീകരിക്കാതിരിക്കുന്നതേ നിന്റെ ഡ്രോബാക്കാ. അനന്യ ബ്യൂട്ടിഫുൾ മാത്രമല്ല, ബ്രോഡ് മൈൻഡഡുമാണ്. മറ്റുള്ള പെൺകുട്ടികളുടെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കാറൊന്നുമില്ല. എന്നെ നല്ല വിശ്വാസമാണ്. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ എന്നോട് പറയുന്നത്? നിന്റെ സ്വഭാവം എന്താണെന്ന് ഈ കാണുന്നവർക്കൊക്കെ അറിയാലോ. നമ്മുടെ കൂടെ നിൽക്കേണ്ട ആള് നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ അംഗീകാരം നമുക്ക് മറ്റെന്താ വേണ്ടത്? അനന്യ അങ്ങനെയാ. ഞങ്ങളുടെ പ്രണയത്തിൽ എനിക്കും വിശ്വാസമുണ്ട്. ഐ മീൻ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, അല്ലേ അനന്യ? അനന്യയെ എനിക്കും വലിയ വിശ്വാസമാണ്. അവൾ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. വാ അനന്യ. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് മുടിയൊക്കെ കഴിച്ചിട്ടാ നീ വലിയ ആളാണെന്നാണ് നിന്റെ വിചാരം? നോക്ക്, എന്നെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ല. ഞാൻ ആരാണെന്ന് ശരിക്കും എന്തെങ്കിലും അറിയോ? പാണ്ഡവപുരത്തെ പാർവതി ഞാനും എന്റെ സാറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? എല്ലാം അറിയാം. അപ്പെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ സാറിനോട് വലിയ ദേഷ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. അഹല്യയെ കുറിച്ച് എനിക്കെല്ലാം നന്നായിട്ടറിയാം. സത്യത്തിൽ അഹല്യക്ക് എന്നോട് പ്രണയം തന്നെയാണ്. അഹല്യ ഒരിക്കലും എന്നോട് വഴക്കിടാൻ വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. പരസ്പരം പ്രണയിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നവരുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല.
പക്ഷെ അഹല്യ അങ്ങനെയൊന്നുമല്ല. അഹല്യ എപ്പോഴും എന്നോട് സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ. വരൂ അഹല്യ, നമുക്ക് പോകാം.